ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സേനനും രൂപയും ആണെങ്കിൽ സോണിയോട് നിർബന്ധമായിട്ടും പറയുന്നുണ്ട്, ഞങ്ങളുടെ വിവാഹം നടത്താൻ ഞങ്ങൾ തയ്യാറല്ല. സോണിമോൾ വിവാഹത്തിന് തയ്യാറാകണം, അല്ലെങ്കിൽ വിവാഹത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും വീട്ടിൽ നിന്നും പോകുന്നു. രൂപയും സേനനും കാറിൽ ചെന്നിട്ട് പറയാണ്, സോണിമോളുടെ വിവാഹം നടത്തണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഉറച്ചു നിൽക്കണം. ഇപ്പോഴാണ് അതിന് പറ്റിയ അവസരമെന്നൊക്കെ പറയുന്നു. പിന്നീട് കല്യാണിയുടെ അടുത്തേക്ക് സോണി ചെല്ലുന്നു. സോണിയോടാണെങ്കിൽ കല്യാണി ഉപദേശിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ആണെങ്കിൽ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. സോണിയുടെ കാര്യത്തിൽ തീരുമാനമാകാതെ അവർ വിവാഹം കഴിക്കില്ല എന്നാണ് പറയുന്നതെന്നൊക്കെ പറയുന്നു. കല്യാണി പറയുന്നുണ്ട്, അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർ ഓൾറെഡി വിവാഹം കഴിഞ്ഞവരാണ്. അമ്മയുടെ കഴുത്തിൽ താലിയില്ലെന്നേ ഉള്ളൂ. അച്ഛൻ അത് മാത്രം കെട്ടിക്കൊടുത്താൽ മതി. അവരുടെ മകളാണെങ്കിൽ വിവാഹം കഴിക്കാതെ വിവാഹ ബന്ധമൊക്കെ വേർപ്പെടുത്തിയിരിക്കുമ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. സോണി അപ്പോൾ പറയുന്നുണ്ട്, എനിക്കിനിയും ഒരു വിവാഹത്തിനും താല്പര്യമില്ല. അത് മാത്രമല്ല, ഇനിയും എന്നെ വിവാഹം കഴിക്കാൻ വരുന്ന ആള് ചാരുമോളെ സ്നേഹിക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു. കല്യാണി അപ്പോൾ പറയുന്നുണ്ട്, സോണി ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും. എല്ലാം കൊണ്ട് നല്ലൊരു പയ്യനെ തന്നെ കിട്ടുമെന്നൊക്കെ പറയുന്നു. സോണി അപ്പോൾ പറയുന്നുണ്ട്, എന്റെ അച്ഛന്റെയും അമ്മയുടെയും സന്തോഷത്തിന് വേണ്ടി ഞാൻ വിവാഹത്തിന് സമ്മതിക്കാം. നിങ്ങൾ പറയുന്ന ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സോണി സമ്മതിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സേനനെയും കിരണിനെയുമാണ്. രണ്ടുപേരെയും അടുത്തേക്ക് കല്യാണി വന്നിട്ട് സോണി സമ്മതിച്ച കാര്യമെല്ലാം പറയുന്നു. ആ സമയത്ത് അഗസ്ത്യൻ അച്ചായനും ഉണ്ടായിരുന്നു. അഗസ്ത്യൻ അച്ചായൻ പറയുന്നുണ്ട്, എന്റെ പരിചയത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ കണ്ടു നോക്കാനെന്നൊക്കെ പറയുന്നു. കിരൺ അപ്പോൾ ചോദിക്കുന്നുണ്ട്, പണമോഹിയൊന്നും അല്ലല്ലോ എന്നൊക്കെ. അച്ചായൻ അപ്പോൾ പറയണം, നിങ്ങൾ കണ്ടിട്ട് തീരുമാനിച്ചോളാൻ എന്നൊക്കെ. സേനൻ അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പെണ്ണുകാണൽ ചടങ്ങൊക്കെ നടത്തണമെന്ന്. അതിനുശേഷം അഗസ്ത്യൻ അച്ചായനാണെങ്കിൽ കിരണിനെയും കൂട്ടിയിട്ട് കല്യാണ ഹാള് കൊണ്ട് കാണിക്കാൻ പോയതാണ്. ഇവിടെ വെച്ചാണ് പെണ്ണിന്റെയും ചെറുക്കന്റെയും വിവാഹം നടക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു. കിരൺ അപ്പോൾ ചോദിക്കാണ്, പെണ്ണും ചെറുക്കനുമെന്നോ? അച്ഛനും അമ്മയും അത് കേട്ടാൽ ഭയങ്കര നാണക്കേട് പോലെയാണ് അവർക്ക്. ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അഗസ്ത്യൻ അച്ചായൻ അപ്പോൾ പറയാണ്, വിവാഹമെന്ന് പറഞ്ഞാൽ പെണ്ണിന്റെയും ചെറുക്കന്റെയും എന്നൊക്കെയാണ് പറയുന്നത്. അത് മാത്രമല്ല, രണ്ടുപേരും കൂടെ നമ്മളെ കുറെ വട്ട് കളിപ്പിച്ചതല്ലേ, അതുകൊണ്ട് നമുക്കും അവർക്കിട്ട് പണിയൊക്കെ കൊടുക്കാമെന്ന് പറയുന്നു. കിരൺ അപ്പോൾ പറയുന്നുണ്ട്, വലിയ ആഘോഷമായിട്ടൊന്നും വേണ്ട, നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ. അഗസ്ത്യൻ അച്ചായൻ അപ്പോൾ പറയുന്നുണ്ട്, എങ്കിലും അത്യാവശ്യം കുറച്ച് ആഘോഷമൊക്കെ വേണമെന്ന്. പിന്നീട് കാണിക്കുന്നത് സരയുനെയും മനോഹറിനെയുമാണ്. രണ്ടുപേരും പുറത്തുപോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. സരയു പറയുന്നുണ്ട്, മനുവേട്ടനാണെങ്കിൽ 2 ഷർട്ടൊക്കെ വാങ്ങിക്കൊടുത്തു, അത് മാത്രമല്ല സ്വർണ്ണ ചെയിനും വാങ്ങിക്കൊടുത്തെന്നൊക്കെ പറയുന്നു. രാഹുൽ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് വാങ്ങിക്കൊടുത്തത്? ഭർത്താക്കന്മാരല്ലേ തിരിച്ചു വാങ്ങി തരേണ്ടതെന്നൊക്കെ പറയാണ്. സരയു അപ്പോൾ പറയാണ്, അച്ഛൻ എപ്പോഴും എന്റെ മനുവേട്ടനെ കുറ്റപ്പെടുത്തുകയാണ്, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കൊടുത്തത്. ഇത്രയെങ്കിലും എന്നെ സ്നേഹിക്കുന്നതിന് മനുചേട്ടന് വാങ്ങിക്കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നു. ആ സമയം മനോഹർ പറയാണ്, മോള് വിഷമിക്കേണ്ട, മോൾക്കാണെങ്കിൽ ഞാൻ എത്ര പൈസ വേണമെങ്കിലും അക്കൗണ്ടിൽ ഇട്ട് തരാം, എന്റെ കയ്യിൽ കോടികൾ ഉണ്ടെന്നൊക്കെ പറയുന്നു. സരയു അപ്പോൾ പറയുന്നുണ്ട്, എന്റെ അക്കൗണ്ടിലെ പൈസ കൂടി ഞാൻ മനുവേട്ടന്റെ അക്കൗണ്ടിൽ ഇടാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ രാഹുലിന് ദേഷ്യം വരുന്നുണ്ട്. രാഹുൽ ആണെങ്കിൽ സരയുനോട് അങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ ഷാരി പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ചെയ്യണം മോളെ, ഇയാൾ ഇങ്ങനെ ഓരോന്ന് പറയുമെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രാഹുൽ ഏർപ്പാടാക്കി ഗുണ്ടയാണെങ്കിൽ നാട്ടിലേക്ക് വരുന്നു. ഉടനെ തന്നെ രാഹുലിനെ വിളിക്കുകയാണ്. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ വന്നല്ലേ, ഞാൻ നിങ്ങളെ വെളിയിൽ വെച്ച് കാണാം, പെട്ടെന്ന് തന്നെ കാണാമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം രാഹുൽ ആണെങ്കിൽ രൂപയെ കാണുന്നുണ്ട്. രൂപയോടാണെങ്കിൽ കുറച്ച് പൈസ ചോദിക്കുന്നുണ്ട്. രൂപ അപ്പോൾ ചോദിക്കാണ്, എന്തിനാണ് പൈസ എന്നൊക്കെ. രാഹുൽ അപ്പോൾ പറയാണ്, എന്റെ മരുമകൻ മനോഹറിനെ ഇല്ലാതാക്കണം, അതുപോലെ കല്യാണിയും ഇല്ലാതാക്കണം, അതിനുവേണ്ടിയാണെന്നൊക്കെ പറയുന്നു. രൂപ അപ്പോൾ ചോദിക്കുന്നുണ്ട്, കല്യാണിയെ ഇല്ലാതാക്കിയാൽ ആ കുഞ്ഞ് ഒറ്റയ്ക്കാകില്ല എന്നൊക്കെ പറയുന്നു. രാഹുൽ അപ്പോൾ പറയണം, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, കുഞ്ഞിനെ അനാഥാലയത്തിലാക്കാമെന്നൊക്കെ പറയാണ്. രൂപ അപ്പോൾ പറയുന്നുണ്ട്, തൽക്കാലം എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, കുറച്ച് ടൈറ്റാണ്, ഉള്ള കമ്പനി ആണെങ്കിൽ പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് സ്വർണം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നീ കുറച്ച് പൈസ തരണമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ രാഹുൽ അവിടെ നിന്നും പോകുന്നു. രാഹുൽ പോയതിനു ശേഷം രൂപ സ്വയം പറയാണ്, ഞാൻ ഒരു പൈസ പോലും നിനക്ക് തരത്തില്ല, നിന്നെ കൊല്ലാൻ വേണ്ടി ആരെങ്കിലും കോടികൾ ചോദിച്ചാൽ അവർക്ക് കൊടുക്കുമെന്നൊക്കെ പറയാണ്. പിന്നീട് കിരണിനെയും കല്യാണിയുമാണ് കാണിക്കുന്നത്. രണ്ടുപേരുമാണെങ്കിൽ മനോഹറിനെ കാണുന്നു. മനോഹറിനോട് ചോദിക്കുന്നുണ്ട്, രാഹുൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലോ എന്ന്. നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം, എന്നിട്ട് നിന്നെ പോലീസിൽ ഏൽപ്പിക്കാത്തത് അവരത് അർഹിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം, സരയുനെ വിട്ടിട്ട് ഒരിക്കലും പോകില്ല എന്ന് പറയണം. എത്ര പൈസ തന്നാലും സരയുനെ വിട്ടു പോകില്ല എന്ന് നീ രാഹുലിനോട് പറയണമെന്ന് പറയുന്നു.
അതുമാത്രമല്ല സരയുവിനെ നന്നായിട്ട് സ്നേഹിക്കണം, അത് നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയാണ്. മനോഹറിനോട് പറയുന്നുണ്ട്, നിന്നെ കൊല്ലാനും ആൾക്കാരെയൊക്കെ രാഹുൽ ഏർപ്പെടുത്തിയിരിക്കും, അതുകൊണ്ട് സൂക്ഷിച്ചോണം എന്നൊക്കെ മനോഹർ അപ്പോൾ പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും അതുകൊണ്ട് സരയുവിന്റെ കൂടെയാണ് നടക്കുന്നതെന്ന്. മനോഹർ കിരണും കല്യാണിയും പറഞ്ഞതുപോലെ എല്ലാം ചെയ്തേക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. മനോഹർ പോയതിനു ശേഷം കിരൺ കല്യാണിയോട് പറയുന്നുണ്ട്, അങ്കിൾ ആണെങ്കിൽ ആൾക്കാരെ കൊല്ലാനുള്ള കലിയുമായിട്ടിരിക്കുകയാണെന്നൊക്കെ. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്